ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ പഠിക്കുവാൻ ദൈവം തരുന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. 9-ാമത്തെ വാക്യം ആമേൻ നമ്മൾ വായിക്കാൻ പോകുകയാണ്. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സവിസ്തരമായി തിരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, മുൻ നിയമനം, വീണ്ടെടുപ്പ് ആദിയായ വിഷയങ്ങളെ പറ്റി ദൈവകൃപയിൽ ആശ്രയിച്ച് ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. 8-ാം വാക്യം പറയുന്നു, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായിട്ട് നൽകിയിരിക്കുന്നു. എന്നെ സ്പർശിച്ച ഒരു വാക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം. ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദ ബെസ്റ്റോവ്മെന്റ് ഓഫ് ഗ്രേസ് ആണ്. ദൈവകൃപയുടെ ഒഴുക്കാണ്, ദൈവകൃപയുടെ പകർച്ചയാണ്. ദൈവകൃപ അളവില്ലാതെ നമ്മുടെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ. Which grace he imparted to us in the beloved. അവന്റെ പ്രിയനായവരിൽ, അവന്റെ പ്രിയനായവരിൽ നമുക്ക് ധാരാളമായി നൽകിയ ദൈവത്തിന്റെ കൃപ. അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ച. അപ്പൊ കൃപ എന്നുള്ള വാക്ക് റിപ്പീറ്റഡ്ലി നമുക്ക് കാണാൻ പറ്റും ഈ വാക്യങ്ങളെല്ലാം. ഈ കൃപ എന്നുള്ള വാക്കിന് സത്യത്തിൽ ഒരു ഇംഗ്ലീഷ് എക്വലന്റ് വേർഡ് കറക്റ്റ് മീനിങ്ങിൽ കിട്ടിയിട്ടില്ല. നമ്മളതിന് ഗ്രേസ് എന്ന് പറയും, ഫേവർ എന്നൊക്കെ പറയും. ദൈവം നമുക്ക് പകർന്നു നൽകിയ ഈ കൃപകളെ ഒരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഫേവർ, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മറിയയുടെ കാര്യം പറയുമ്പോൾ മേരി, ആമേൻ, മറിയയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, ദൈവത്തിന്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാണ് ദൂതന്മാർ ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോ കൃപയുടെ the bestowment of grace ആണ് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്റെ പ്രിയനായവനിൽ നമുക്ക് നൽകി തന്ന കൃപയോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഇന്ന് രാത്രി. ഇന്ന് രാത്രി നാം ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ 9-ാമത്തെ വാക്യത്തിലേക്ക് നാം കയറുകയാണ്. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. നമ്മൾ ഒരു കാര്യം അറിയിച്ചു. എന്താ അറിയിച്ചെന്നറിയാമോ? തന്റെ ഹിതത്തിന്റെ മർമ്മം. മർമ്മം എന്ന വാക്ക്, മിസ്റ്ററി. എന്തുവായി മർമ്മം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമായത്, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായത്, അല്ലെങ്കിൽ ബുദ്ധിക്ക് മറഞ്ഞിരുന്നത്. മിസ്റ്ററി പൗലോസിന്റെ ഒരു ഇഷ്ടവാക്കാണ് മിസ്റ്ററി, മർമ്മം. ദൈവമക്കളെ, നാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു ഫേവർ ആയിട്ടാണ് ഈ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. തിരുഹിതത്തിന്റെ മർമ്മം നമ്മളോട് അറിയിച്ചു. പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാനുള്ള സഭയെ പറ്റി ദൈവഹൃദയത്തിൽ അനേകം നല്ല ആലോചനകൾ മർമ്മമായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. പ്രീഡെസ്റ്റിനേഷൻ ഒക്കെ, ദൈവത്തിന്റെ മുൻനിർണയമൊക്കെ ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആമേൻ. ചിലതൊക്കെ വേദപുസ്തകത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ മർമ്മങ്ങൾ. എന്നാൽ ഭാവി അവസ്ഥയെ പറ്റി അനേകം മർമ്മങ്ങൾ ഇപ്പോഴും ഉണ്ട്. ദൈവത്തിന്റെ വചനം ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്:
വെളിപ്പെടുത്താത്ത മർമ്മങ്ങൾ നമ്മളുടെ യഹോവയ്ക്കുള്ളതത്രേ, നമ്മുടെ യഹോവയ്ക്കുള്ളതത്രേ. വെളിപ്പെട്ടിരിക്കുന്നവയോ നാം അനുസരിച്ചു നടക്കേണ്ടതിന് എന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ ഉറപ്പിച്ചു ദൈവത്തിന്റെ വചനം. എന്നാൽ നമുക്ക് ഇനിയും വെളിപ്പെടേണ്ട വചനമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രത്യാശയെ ആ ദൈവത്തിന്റെ വചനം, ആമേൻ, 1 യോഹന്നാൻ 3:2 നമ്മളെ ഉറപ്പിക്കുകയാണ്. ഈ ഒരു യുഗത്തിന്റെ പ്രത്യേകത തന്നെ ഇത് കൃപായുഗമാണെന്നുള്ളതാണ്. കൃപായുഗത്തെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞിരുന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ, തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ കൃപയാൽ തന്റെ മക്കളായ പുതിയ നിയമസഭയോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തിലെ ഒരു അനുഗ്രഹമാണ് തന്റെ തിരുഹിതം നമ്മളോട് അറിയിച്ചു. പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന്റെ റെസിപ്പിയൻസ് ആവാൻ പറ്റിയില്ല. അവർ പ്രവചിച്ചു, ക്രിസ്തുവിനെ പറ്റി പ്രവചിച്ചു, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ പ്രവചിച്ചു, ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെ പ്രവചിച്ചു. അത് പ്രവചിച്ചപ്പോൾ അതിന്റെ ആഴം അവർ ഗ്രഹിച്ചിട്ട് അത് തങ്ങൾക്കുള്ളതാണോ എന്ന് അവർ ആരാഞ്ഞു നോക്കി. അവർക്ക് മനസ്സിലായി ഇത് തങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതാ. മീൻസ് ഈ പുതിയ നിയമ സഭയ്ക്കുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. സി, അതിന്റെ 2ാമത്തെ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നത്? ആമേൻ. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ ആയിക്കൊണ്ട് തന്നെ. ആ മർമ്മം എന്തുവാന്നാ പറയുന്നത്? 10ാമത്തെ വാക്യം ആ മർമ്മം പറയുക. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, ആമേൻ, എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം കൂടെ ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഈ ഒന്നായി ചേർക്കുക എന്നുള്ളതിന്റെ ഗ്രീക്കിൽ റീകൺസിലിയേഷൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിരപ്പിക്കുക എന്ന പദം. സ്വർഗത്തിലിരിക്കുന്ന ദൈവവും ഭൂമിയിൽ ഇരിക്കുന്ന സഭയെയും, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ദൈവമക്കളെയും വിശുദ്ധന്മാരെയും ദൈവത്തോട് ഏകീഭവിപ്പിക്കുക, റീകൺസൈൽ ചെയ്യുക. അതൊരു മർമ്മമാണ്. അതാണ് മർമ്മം. അതാണ് ഈ വാക്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പൗലോസ് പറയുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, സുവിശേഷം മൂലം മനുഷ്യൻ രക്ഷിക്കപ്പെടണം. ദൈവപുത്രൻ ലോകത്തിൽ വരുന്നത് സത്യസുവിശേഷം അറിയിക്കുവാനും അങ്ങനെ ദുഃഖത്തിന് ആശ്വാസവും രക്ഷയും നൽകുവാനാണെന്നാണ് യെശയ്യാവ് പ്രവചിച്ചത്. യെശയ്യാവ് 52:6 മുതൽ 9 വരെ, യെശയ്യാവ് 61:1 മുതൽ 6 വരെ, ഇവിടെ എല്ലാം അവൻ കർത്താവിന്റെ ജനനത്തെ പറ്റിയും കർത്താവിന്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള അവൻ ജാതികളോടുള്ള ദൈവിക പ്ലാൻ ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. ആ ഒരു ദൈവിക പദ്ധതിക്കായി ഇന്ന് രാത്രി നന്ദി പറയാൻ പറ്റുമോ? സത്യത്തിൽ സുവിശേഷം ഒരു മർമ്മമാണ്. ഗോസ്പൽ ഈസ് എ മിസ്റ്ററി. ചിലര് ചോദിക്കും, ഒരാളുടെ രക്തം കൊണ്ട് ഈ ഭൂമിയിലെ മുഴുവൻ ആൾക്കാരുടെ പാപം എങ്ങനെയാ മോചിക്കുന്നത്? ഹല്ലേലൂയ. അതൊരു ചോദ്യമാണ്. ചിലർക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ വെള്ളിയും പൊന്നും മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ആമേൻ, ക്രിസ്തുയേശുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തത്താൽ ഈ ഭൂമിയെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കാൻ, ആമേൻ, ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യനെ, ഇനി ജനിക്കാനിരിക്കുന്നവരെ പോലും പാപത്തിൽ നിന്ന് വിടിവിപ്പാൻ തക്ക ശക്തിയുള്ള രക്തമായിരുന്നു കർത്താവിന്റെ രക്തം. അതൊരു മിസ്റ്ററിയാണ്. അതൊരു മർമ്മമാണ്. എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അയ്യോ, പിതാവ് പുത്രനോട് സംസാരിക്കുന്നു, പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നത് ആകെപ്പാടെ കൺഫ്യൂഷൻ ആണല്ലോ. പക്ഷെ ദൈവിക മർമ്മം വെളിപ്പെടുത്തി കിട്ടിയവന് ഒരു കൺഫ്യൂഷനും ഇല്ല. ഹി ഈസ് സ്ട്രോങ് ഇൻ ദ ഫെയ്ത്ത്.
അവന് ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പിതാവ് ആരാണെന്നും ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും ഈ ഒരു മിസ്റ്ററി വെളിപ്പെട്ടവന് ഉറപ്പുണ്ട്. We know that the Christ is our Redeemer. ക്രിസ്തു നമ്മുടെ രക്ഷിതാവാണെന്ന് മനസ്സിലാക്കുന്നത് അതൊരു മർമ്മമാണ്. സുവിശേഷം ഇന്നും രക്ഷിക്കപ്പെടാത്തവർക്ക് ഒരു മർമ്മമാണ്. നമുക്കത് വെളിപ്പെടുത്തി കിട്ടതിനാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിനായിട്ട് നന്ദി പറയും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലും ഉള്ളതും ഒന്നായി ചേരുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജാതികൾ ക്രിസ്തുവിൽ ഒന്നാകുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ജാതികൾ ക്രിസ്തുവിൽ ഒന്നാകുമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. യെശയ്യാ പ്രവചനം 56 അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യം, യെശയ്യാ പ്രവചനം 49 അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യം, ഗലാത്യ ലേഖനം 3 അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യം, റോമാലേഖനം 4 അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യം, ഗലാത്യ ലേഖനം 3 മുതൽ 14 വരെയുള്ള വാക്യം, ഗലാത്യ ലേഖനം 3:12 മുതൽ 14 വരെയുള്ള വാക്യം, എഫെസ്യ ലേഖനം നമ്മളിപ്പോൾ വായിച്ചിരിക്കുന്ന 1:10 വാക്യം. ജാതികൾ ക്രിസ്തുവിൽ ഒന്നായി തീരുമെന്നുള്ളത് ഒരു മിസ്റ്ററി ആയിരുന്നു. അത് പ്രവചിച്ചവർക്ക് പോലും ആ വിഷയം ഗ്രഹിക്കാൻ പറ്റിയില്ല. അതാ പത്രോസ് പറഞ്ഞ അവർ ആരാഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മുമ്പേ അതാ പറഞ്ഞ്, ദൂതന്മാര് പോലും അതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. സ്വർഗത്തിലെ മർമ്മമായ ആ ഹൃദയത്തിനകത്തിരുന്ന യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ക്രിസ്തുവിന്റെ രക്തത്താലുള്ള റിഡംഷനെ, പാപക്ഷമേ, ആമേൻ, കഴുകലിനെ, വീണ്ടെടുപ്പിനെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമ്മുടെ കണ്ണുകൾ കുരുടായിരുന്നപ്പോൾ നമ്മുടെ കണ്ണുകളെ തുറന്ന് ആ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ, ന്യായപ്രമാണത്തിന്റെ മിസ്റ്ററി കാണുവാൻ, ഓ ഹല്ലേലൂയ, സ്വർഗം നമ്മുടെ കണ്ണുകളെ തുറന്ന ദൈവിക വിശ്വസ്തതയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും അതിനു മുമ്പും അപ്പോസ്തലന്മാർക്ക് പോലും ഈ മർമ്മം വീണ്ടും പോലെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഈ എന്ത് ആശ്ചര്യകരമായ ഒരു മർമ്മമായിരുന്നു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജാതികൾക്കുള്ള അവകാശമായി ദൈവം വേർതിരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശു ലോകത്തിന്റെ രക്ഷകനായിട്ട് വരുമെന്നും നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള ഘോരമായ ക്രൂശ് മരണം വരിക്കുമെന്നും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഗ്രഹിക്കാൻ ആഗ്രഹിച്ച പ്രവാചകന്മാരോട് അത് ആ കാലത്തേക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പുസ്തകം അടപ്പിച്ചു ദൈവം. ദാനിയേൽ 7:9-10, ദാനിയേൽ 12:9. ഇതൊക്കെ, ഈ വാക്യങ്ങൾ, ഈ പുസ്തകമൊക്കെ ന്യായപ്രമാണം നിത്യം ആചരിച്ചു വന്ന പുരോഹിതന്മാർക്ക് അത് വ്യാഖ്യാനിച്ചിരുന്ന ശുശ്രൂഷകന്മാർക്കും ശാസ്ത്രിമാർക്കും ഒന്നും ആമേൻ ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് അവർക്കൊക്കെ മറച്ചു വെച്ചിരുന്നു. ആമേൻ. അന്യരാജ്യത്തു നിന്നുള്ള വിദ്വാൻമാർ വന്ന് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എഴുതുന്നത് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും വ്യാഖ്യാനിച്ചു കൊടുത്ത് പറയിച്ചിട്ടും ഒരു ന്യായശാസ്ത്രിയും അന്വേഷിച്ചപ്പോൾ പുറപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് അതുകൊണ്ട് പറയുക, നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് ആചരിച്ചില്ല എന്ന്.
അപ്പോസ്തലപ്രവൃത്തി 7:53 പൗലോസ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചു, പക്ഷെ നിങ്ങൾ അത് ആചരിച്ചില്ല. അവർ ശുശ്രൂഷിച്ചു, അവരത് വായിച്ചു, അവരത് വ്യാഖ്യാനിച്ചു, എങ്കിലും ആ പുസ്തകങ്ങൾക്കകത്തു വെളിപ്പെട്ടിരുന്ന ക്രിസ്തുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അത്രയും വലിയ ശുശ്രൂഷ ചെയ്തവർ, അത്രയും വലിയ സ്ക്രൈബ്സ്, അത്രയും വലിയ പണ്ഡിതന്മാർക്കൊക്കെ മറച്ചുവെച്ച ദൈവിക മർമ്മമായ ക്രിസ്തുവിനെ സാധുക്കളായ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഇന്നു രാത്രി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി, അദൃശ്യ രാജ്യത്തെ കുറിച്ച് പഴയ വിശുദ്ധന്മാർക്ക് അറിയത്തില്ലായിരുന്നു. അവർ യേശുവിന്റെ ഐഹിക രാജ്യത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ ആ മർമ്മം യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നു. മത്തായി 13, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ലെറ്റ് മീ ടേക്ക് ഇറ്റ്. മത്തായി 13-ന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, അതൊന്ന് ദയവായിട്ട് എടുത്താട്ടെ. മത്തായി 13-ന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സോ ഈ മർമ്മം അറിയണമെങ്കിൽ ഒരു വരം ലഭിക്കണം. ഒരു വരമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണമേ. Some preachers are merely giving the informations, but when we hear somebody's message, we'll be rejuvenated, we'll be jumping in the spirit. അത് പുസ്തകത്തിൽ നിന്ന് പ്രാപിച്ചതല്ല, പ്രാർത്ഥനാ മുറിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, 7-8 പോയിന്റിന്റെ പ്രസംഗങ്ങളല്ല. അത് ജീവൻ തുടിക്കുന്ന ആത്മീക മർമ്മങ്ങളായിരിക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, കർത്താവ് പറയാ, ആ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. വരം ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ എന്നും വചനം വായിക്കാറുണ്ട്, എന്നും ഞാൻ ധ്യാനിക്കാറുണ്ട്, എന്നാൽ ആ വെളിപ്പാടിന്റെ വരത്തെ, മർമ്മങ്ങളെ അറിയുവാനുള്ള വരത്തെ എന്റെ മേൽ പകരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് അതിനുള്ള വരം ലഭിച്ചു, അവർക്കോ ലഭിച്ചിട്ടില്ല. ആമേൻ. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയായിട്ടുണ്ടാകും. ഉള്ളവന് കൊടുക്കും, അത് സമൃദ്ധിയായിട്ടുണ്ടാകും. ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. ആത്മീയ ദാരിദ്ര്യത്തെ പറ്റിയാ പറയുന്നത്. ഇല്ലാത്തവന്റെ നിന്ന് ഉള്ളതും കൂടെ എടുത്തു കളയും, പക്ഷെ ഉള്ളവന് ധാരാളമായിട്ട് കൊടുക്കും. അതാണ് മർമ്മത്തിന്റെ പ്രത്യേകത. ആ മർമ്മത്തെ അറിയുവാൻ നിങ്ങൾക്ക് ദൈവം വരം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഗ്രേസിനായിട്ട്, ആ ഫേവറിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കണം. ഒത്തിരി പേർക്ക് ക്രിസ്തു ആരാന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അനേകരിലേക്ക് അവരുടെ ആശ്രയം ചാഞ്ഞു പൊക്കോണ്ടിരിക്കുമ്പോ, ക്രിസ്തു ആരാന്ന്, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സത്യത്തിൽ ആ ഒരു ക്രിസ്തു എന്ന മർമ്മത്തെ വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ടാതെ, വേറെ ലോകത്തിലെ ഒരാശ്രയവും വേണ്ട, വേറെ ഒരു മീഡിയേറ്റേഴ്സും വേണ്ട. ഹല്ലേലൂയ. ക്രിസ്തു എന്ന മർമ്മം നമുക്കൊന്ന് വെളിപ്പെടുത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താങ്ക് യു ജീസസ്, ഇറ്റ് ഈസ് ഇനഫ് ഫോർ യുവർ ലൈഫ് ടൈം. ഒരു ജീവിതം ധന്യമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ, യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണ പുനരുത്ഥാനം വരെയുള്ള കാലഘട്ടത്തെ പറ്റി ഏകദേശം എല്ലാ പുസ്തകങ്ങളിലും, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ പുസ്തകങ്ങളിലും വ്യക്തമായും സാദൃശ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്.
എന്നാൽ ക്രിസ്തു ഈ ലോകത്ത് ജനിച്ചപ്പോ കിഴക്കുള്ള വിദ്വാൻമാര് മനസ്സിലാക്കി വന്ന് വണങ്ങിയിട്ടു ജനത്തിന് അത് വ്യാഖ്യാനിച്ചു കൊടുത്ത ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും അത് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കിഴക്കൂന്ന് വിദ്വാൻമാര് അവര് തപ്പിപ്പിടിച്ച് രാജാവിനെ അന്വേഷിച്ച് വന്നിട്ടും അവരുടെ വീട്ടിൽ ജനിച്ച രാജാവിനെ അവർക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ആ മർമ്മത്തെ അറിയുവാൻ അവർക്ക് വരം ലഭിച്ചില്ല. ക്രിസ്തീയ വീട്ടിൽ ജനിച്ചിട്ടും ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ശാസ്ത്രിമാരെ പുരോഹിതന്മാരെ പോലെ കണ്ണ് അടഞ്ഞു പോയവരുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലരോടൊക്കെ നിങ്ങൾ വാദിച്ചിട്ടും തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. Let their spiritual eyes be opened. ക്രിസ്തുവിലൂടെ തങ്ങൾക്ക് ലഭിച്ച ആ വിടുതലിനെ, നിത്യജീവനെ, വീണ്ടെടുപ്പിനെ, രക്തത്താലുള്ള കഴുകലിനെ ഒക്കെ കാണണമെങ്കിൽ ഉരുട്ട് കണ്ണുകൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ. അടുത്ത പാരഗ്രാഫിൽ ഈ മർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ, അകത്തെ കണ്ണുകൾ തുറക്കപ്പെടാൻ, ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ, 2.5 കോടി രൂപ എന്റെ അക്കൗണ്ടിൽ എന്റെ പപ്പ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല കേട്ടോ, എനിക്ക് 2 അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ പിതാവ് എനിക്ക് 2 അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ 2 അക്കൗണ്ടിലും 2.5 കോടി രൂപ വീതം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല അത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നും അതിനകത്ത് ഇത്രയും പൈസ ഉണ്ടെന്നും. മലയാളത്തിൽ ഒരു വാക്കുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ. ആമേൻ. കണ്ണുകൾ, ആത്മക്കണ്ണുകൾ തുറക്കപ്പെടാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവകാശങ്ങളെ പറ്റിയോ അവനുള്ള മഹിമാധനത്തിലെ പറ്റിയോ അവന് കിട്ടിയ വലിയ രക്ഷണ്യ പദ്ധതിയെ പറ്റിയോ അവൻ അജ്ഞനാണ്. അവൻ അറിയത്തില്ല. അവൻ ആരാണെന്ന് അവൻ അറിയില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആനയുടെ കൂടെ നടക്കുന്ന ഒരു എലുമ്പനായ വണ്ണം കുറഞ്ഞ ഒരു മനുഷ്യൻ, ഞങ്ങളുടെ നാട്ടിൽ അവനെ പാപ്പാൻ എന്ന് വിളിക്കും. ഒരു വടിയുടെ അഗ്രത്ത് ഒരു ചെറിയ ഒരു ലോഡിങ് കാറിൽ ഇരിക്കുന്ന പോലെ ഒരു മൊനയുള്ള ഒരു വടിയുണ്ട്. അനുസരണം കെടുമ്പോൾ ഇവൻ അതെടുത്ത് പ്രഹരിക്കും. ആനയ്ക്ക് ഭയങ്കര പേടിയാ ഈ വടിയെയും ഈ മനുഷ്യനെയും. ആന പാപ്പാൻ ചായ കുടിക്കാൻ പോകുമ്പോ ആനയെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വടി അതിന്റെ പുറകിലത്തെ കാലിൽ ഇങ്ങനെ ചാരി വെക്കും. ഈ വടി കാണുമ്പോൾ ആനയുടെ വിചാരം ഇത് ഹിരോഷിമ നാഗസാക്കിയിൽ പൊട്ടിയ ബോംബാണെന്നാണ്. ആന അനങ്ങത്തില്ല, പേടിച്ചു നിൽക്കും. കാരണം ആനയ്ക്ക് തന്റെ മേൽ പകരപ്പെട്ട ശക്തിയെ അറിയത്തില്ല. പക്ഷെ ഒരു ദിവസം ഇവന് മതവിളകുന്ന ഒരു ദിവസം അവന് തിരിച്ചറിയും. വലിയ ശരീരത്തിൽ ചെറിയ 2 സോഡായുടെ വട്ടുപോലുള്ള ചെറിയ 2 കണ്ണുകൾ തുറക്കപ്പെടും. അന്ന് അവനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ ചെറിയ മനുഷ്യന് നല്ല കോളായിരിക്കും. എന്ന് പറയുന്നത് പോലെ, അയ്യോ, പാപത്തെയും രോഗത്തെയും ശത്രുവിനെയും ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ക്ഷുദ്രത്തെയും ആഭിചാരത്തെയും പൈശാചിക മേഖലത്തെയും ഇന്നു രാത്രി നിങ്ങൾ വലുതായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മകണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശത്രുവിനെ പുകഴ്ത്തുന്നവനാണെങ്കിൽ, കഷ്ടതയെ പുകഴ്ത്തി പാട്ടുപാടുന്ന ആളാണെങ്കിൽ, കഷ്ടതയെ പുകഴ്ത്തി പ്രസംഗിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ഇതുവരെയും നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കണ്ണുകൾ, ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടാൽ, ആ മർമ്മം നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടാൽ, കഷ്ടതയല്ല നിങ്ങൾ പുകഴ്ത്തുന്നത്, തീച്ചൂളയല്ല പ്രശംസിക്കുന്നത്. തീച്ചൂളക്കകത്തു 4ാമനായി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, മനുഷ്യപുത്രന് ഒത്തവണ്ണം ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ വർണ്ണിക്കും. Oh, hallelujah. Thank you, Holy Spirit. Lord, we worship you, Lord. We magnify your holy name. അപ്പോൾ ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും അവർ അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം
അവർ എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല കർത്താവ് വന്നത്. അവർ എക്സ്പെക്ട് ചെയ്തത് യേശു കർത്താവ് മശിക ജനിക്കുന്നത്, രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു ദൂത് പറയട്ടെ. നാം പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മുടെ നന്മകൾ വരുന്നത്. നാം പ്രതീക്ഷിക്കുന്ന ആൾക്കാരിൽ നിന്നും ആയിരിക്കത്തില്ല നമുക്കുള്ള ദൈവിക നന്മകൾ വരുന്നത്. ഇന്ന് രാത്രി ആത്മകണ്ണുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറക്കട്ടെ, ദൈവത്തിന്റെ മിസ്റ്ററീസിനെ കാണാൻ. ശ്രദ്ധിച്ചേ, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പേ ഹാഗറിന് വേണ്ടി ദൈവം ഉറവ തുറന്നായിരുന്നു. എന്നാൽ ഉറവ കാണുവാൻ ഹാഗറിന് പറ്റിയേയില്ല. എന്നാൽ ദൂതൻ ഇറങ്ങിയിട്ട് ഹാഗറിന്റെ കണ്ണു തുറന്നപ്പോഴാണ് ഹാഗറിന്റെ പൈതലിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്ത തെരുനീലുറവയുടെ ഉറവയെ കാണാൻ പറ്റിയത്. ഇന്ന് രാത്രി ഒത്തിരി ആത്മീക നന്മകൾ ഉണ്ടായിട്ടും ആത്മീയ പാപ്പരത്തിൽ നമ്മൾ ആരാണെന്ന് അറിയാതെ ആത്മകണ്ണുകളെ കുരുട്ടാക്കി വെച്ചിട്ട് പിന്നെയും അന്ധതയിൽ, പിന്നെയും ബോണ്ടേജിൽ, പിന്നെയും ദാരിദ്ര്യത്തിൽ, പിന്നെയും ആത്മീയ അന്ധതയിൽ തുടർന്ന എല്ലാ പോരുകളും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആ മർമ്മത്തെ കാണുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എലീശ പ്രവാചകന്റെ ശിഷ്യൻ ഓടി വന്ന് പറഞ്ഞു, യജമാനനെ, നമ്മൾ പിടിക്കപ്പെട്ടു പോയി, ഇനി നമുക്ക് രക്ഷയില്ല. സൈന്യം വന്ന് നമ്മളെ വളഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആരാമ്യ സൈന്യം നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. നമ്മൾ പിടിക്കപ്പെട്ടു പോയി. അവരുടെ വാളിന് നമ്മൾ തീരത്തേ ഉള്ളൂ. എന്നാൽ ആ ശിഷ്യൻ നോക്കിയത് അവൻ ആത്മകണ്ണുകൾ കൊണ്ടല്ല, അവൻ നോക്കിയത് അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ടാ, അവന്റെ ഫ്ലഷ്ലി ഐസ് കൊണ്ടാ. ദൈവമക്കളെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ആത്മമണ്ഡലത്തിൽ കാണണമെങ്കിൽ നിങ്ങളുടെ ആത്മകണ്ണുകൾ തുറക്കപ്പെടണം. Behind the curtain, behind this world, there is an unseen world that controls everything in the world. കൊറോണ ഉൾപ്പെടെ എല്ലാ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവത്തെയും നിയന്ത്രിക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. There is a spirit behind everything. If you need to see the spiritual realm, you have to ask to the Lord to open your spiritual eyes. ദൈവമേ, എന്റെ ആത്മ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് രാത്രി. എലീശ പ്രവാചകൻ വളരെ കൂളായിട്ട് ഞാൻ ആത്മാവിൽ ഭാവനയിൽ കാണാറുണ്ട്. കാലിന്മേൽ കാല് കയറ്റി വെച്ച് ചാരികസേൽ കിടക്കുന്ന പോലെ കൂളായിട്ടിരുന്നു. Elijah was so cool because he can see the unseen world, the spiritual world. ആത്മമണ്ഡലം ഏലീശയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു. ഏലീശ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവന്റെ ആത്മ കണ്ണുകളെ ഒന്ന് തുറക്കണമേ, ഇവന്റെ പേടിയൊക്കെ ഒന്ന് മാറട്ടെ, ഇവന്റെ ഭയമൊക്കെ ഒന്ന് മാറട്ടെ. മന്ത്രവാദത്തോടുള്ള പേടി, ആഭിചാരത്തോടുള്ള പേടി, ശുദ്രത്തോടുള്ള പേടി, നാലാം വേദക്കാരനുള്ള പേടി, മരണത്തോടുള്ള പേടി, രോഗമണ്ഡലങ്ങളുള്ള പേടി ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ആത്മ കണ്ണുകൾ ഇന്ന് രാത്രി പ്രയർ ലൈനിൽ തുറക്കപ്പെടട്ടെ. ആത്മകണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ എലീശയുടെ ശിഷ്യൻ കാണുക, അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി നിൽക്കുന്ന. യേശുവിന്റെ നാമത്തിൽ ഈ കൊറോണ സീസണിൽ, ഈ ഹല്ലേലൂയ പാൻഡമിക് സീസണിൽ ആത്മമണ്ഡലം തുറക്കട്ടെ. റഖബ ഷേഖേലി ഹംദൂരി ബിബിബി അർച്ചന ജീവ ഹൽക്കന സൈഫ റബാസ്മിയാന ദൂരാബാബ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, യേശു കുഞ്ഞിനെ കയ്യിലെടുത്ത് പരിച്ഛേദന ചെയ്ത ശുശ്രൂഷകനെ യേശുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. യേശുവിനെ ഒരാൾ ശുശ്രൂഷകൻ കയ്യിലെടുത്ത് പരിച്ഛേദന ചെയ്തല്ലോ, അദ്ദേഹത്തിന് മനസ്സിലായില്ല ഇവൻ രാജാവാണെന്ന്, യേശുവാണെന്ന്. തന്റെ പാപത്തിനു വേണ്ടി മരിക്കാമെന്ന മഷികയാണ് തന്റെ കയ്യിൽ പരിച്ഛേദന ഏൽക്കുന്നത്. ആ ശുശ്രൂഷകന് മനസ്സിലായില്ല. പക്ഷേ ആത്മനിയോഗം പ്രാപിച്ച് പ്രായാധിക്യത്തിലും ദൈവാലയം വിട്ടുപിരിയാതിരുന്ന ശിമയിക്ക് സെൻസ് ചെയ്തു. വാഗ്ദത്തം അടുത്തു വന്നപ്പോ അകത്തെ ആത്മമനുഷ്യന്റെ കണ്ണ് തുറന്നിരുന്ന ശിമയിക്ക് പിടികിട്ടി ഇത് യേശുവാണെന്ന്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊണ്ട് ആയിരക്കണക്കിന് അപ്പനമ്മമാർ ദേവാലയത്തിൽ വരുന്നുണ്ട്. പക്ഷെ ശിമയിക്ക് മറ്റു കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടപ്പം തോന്നാതിരുന്ന ഒരു ആത്മനിയോഗം, ആത്മാവിന്റെ തള്ളൽ, ഈ പൈതലിനെ കണ്ടപ്പോ തോന്നി. ഇന്ന് രാത്രി ആത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ,
അവൻ വാഗ്ദത്തം അടുത്തു വന്നു നിന്നിട്ടും അതിനെ കാണാൻ കഴിയാതെ, അതിനെ കൈനീട്ടി തൊടാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ മാറിയിട്ട് ശിമയിയെ പോലെ വാഗ്ദത്തത്തെ കൈനീട്ടി പ്രാപിപ്പാൻ, ആ വാഗ്ദത്തത്തെ കണ്ണു തുറന്ന് കാണാൻ ഇന്ന് രാത്രി ആത്മകണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. ആത്മനിയോഗം പ്രാപിച്ച ശീമോനും ഹന്നയും എന്നീ വയോവൃദ്ധർ, അവർക്ക് കർത്താവിനെ മനസ്സിലായത്. ഹല്ലേലൂയ. എത്ര അതിശയര അല്ലെ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആമേൻ. അത്രയും കൂടി വന്ന ജനക്കൂട്ടത്തിന് യേശുവിനെ മനസ്സിലായില്ല. എന്നാൽ കാത്തിരുന്ന വാഗ്ദത്തം പ്രാപിച്ച, ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ട പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്ക് യേശുവിനെ മനസ്സിലായി. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ആമേൻ. അനവധി കണ്ണുകൾക്ക് ക്രിസ്തു മറഞ്ഞിരുന്നപ്പോൾ പാവപ്പെട്ടവരായ ജാതികളായ നമ്മൾക്ക് ക്രിസ്തു എന്ന മഹത്വത്തെ, ക്രിസ്തു എന്ന വലിയ ആമേൻ ആമേൻ മർമ്മത്തെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. യേശുവിന്റെ കൂടെ വളർന്ന സഹോദരന്മാർക്ക് യേശു കർത്താവ് ആരാണെന്ന് മനസ്സിലായില്ല. സ്തോത്രം. പക്ഷേ കർത്താവിന്റെ ശുശ്രൂഷ അനുഭവിച്ച ആയിരക്കണക്കിന് ആൾക്കാര് അവന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞു. ശ്രദ്ധിച്ചേ, അടുത്ത പൗലോസ് പറയുന്ന ഏറ്റവും വലിയ ഒരു മർമ്മമുണ്ട്. ആ മർമ്മമാണ് ഇന്ന് രാത്രി പറയാനായിട്ട് ഞാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓ, ധനവാന്മാർക്ക് മറച്ചു വെച്ചത്, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത്, അവൻ ഈ ഭോഷന്മാരായ ജാതികളായ നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തിന് നന്ദി പറയണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ് ആമേൻ ആ ഒരു വലിയ മർമ്മമായി പൗലോസ് വിളിച്ചു പറയുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ഒരു വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ ആമേൻ സ്തോത്രം, ഒരു മാറ്റം തന്നെ നമ്മളിൽ ഉണ്ടാക്കും. വിപ്ലവാത്മകമായ ഒരു മാറ്റം ക്രിസ്തു ഭക്തനിൽ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആമേൻ. ശ്രദ്ധിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ. ഇത് പൂർവകാലങ്ങൾക്കും, 26-ാമത്തെ വാക്യം തൊട്ട്, ഇത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം, മറഞ്ഞു കിടന്ന മർമ്മമാകട്ടോ. ഇത് മറഞ്ഞു കിടന്ന മർമ്മമാ, എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. മറഞ്ഞു കിടന്നൊരു മർമ്മം, പൂർവികന്മാർക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മം. സ്തോത്രം. പൂർവകാല തലമുറകൾക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മം. യെശയ്യാവിനും ഏലിയാവിനും മോശയ്ക്കും എല്ലാ പഴയ നിയമ പ്രവാചകന്മാർക്കും മറഞ്ഞു കിടന്നൊരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഇന്നത്തെ വിശുദ്ധന്മാർക്ക് വേണ്ടി, കൃപായുഗത്തിൽ ജീവിക്കുന്ന ദൈവഭക്തന് വേണ്ടി അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ മർമ്മം ഒരാളോട് ദൈവം അറിയിക്കണമെങ്കിൽ ഈ സെലക്ഷൻ പോലെ, സെലക്ട് ചെയ്തത് തന്റെ ഹിതത്താലാന്ന് പറഞ്ഞതുപോലെ തന്നെ പൗലോസ് പറയാം. ആമേൻ. ജാതികളിൽ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. റെവലേഷൻസ്, മർമ്മങ്ങൾ. ശ്രദ്ധിച്ച ദൈവമക്കളെ, ആ മർമ്മം വിളിച്ചു പറയാ പൗലോസ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. പഴയ നിയമ ഭക്തന്മാർക്ക് ഗ്രഹിക്കാൻ പറ്റാതെ പോയ, അവർക്ക് ഊഹിക്കാൻ പറ്റാതെ പോയ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയ, അവർക്ക് അവൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാതെ പോയ ഒരു മർമ്മമാ പൗലോസ് വിളിച്ചു പറയുന്നത്. ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നു, എന്റെ അകത്തിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചിട്ട് പറയണം, ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു.
ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു. എന്നിൽ വാഴുന്നത് പാപമല്ല, എന്നിൽ വാഴുന്നത് രോഗമല്ല, എന്നിൽ വാഴുന്നത് നിരാശയല്ല, എന്നിൽ വാഴുന്നത് ഡിപ്രഷൻ അല്ല. എന്റെ അകത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ മൈ ഗോഡ്. ദൈവമക്കളെ, ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വചനമാണെങ്കിലും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നത് പോലും വലിയ ഭയത്തോടും നടുക്കത്തോടുമായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഈ മഹാദൈവം വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നു എന്നത് എത്ര ഭയക്കുന്ന കാര്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ സ്ഥിതി ഒന്ന് നോക്കി. അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാബർനാക്കിളിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ നിയമിക്കപ്പെട്ട ഒരാളുണ്ട്. അവിടേക്ക് കയറി ചെല്ലണമെങ്കിൽ നിയമിക്കപ്പെട്ട പുരോഹിതനുണ്ട്. ഒത്തിരി നിയമങ്ങളുണ്ട്. അതെല്ലാം നിഷ്കർഷിച്ചിട്ട് ശേഷം മാത്രമേ, അതെല്ലാം നിറവേറ്റിയ ശേഷം മാത്രമേ ഒരു മഹാപുരോഹിതൻ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അതിവിശുദ്ധ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പാപത്തിനു വേണ്ടിയും തന്റെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി യാഗം കഴിച്ചിട്ട് യാഗവസ്തുവിന്റെ, യാഗമൃഗത്തിന്റെ രക്തവുമായിട്ട് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. ആ ദൈവഭക്തൻ the most reverend പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ അടിച്ചു താഴെ കളയും. ഒരു പൊന്നിന്റെ ചങ്ങല, ഒരു സ്വർണത്തിന്റെ ചങ്ങല പുറത്തോട്ടിട്ടിട്ടുണ്ട്. ഈ പുരോഹിതന്റെ അനക്കമൊന്നും കേൾക്കാതെ വരുമ്പോ അദ്ദേഹത്തെ ഇവർ വലിച്ചു പുറത്തെടുക്കും. അപ്പൊ ദൈവജനത്തിന് പേടിയാ ദൈവ സാന്നിധ്യം എന്ന് കേൾക്കുമ്പോൾ. പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് കണ്ടത് മോശയും ദൈവവുമായിട്ട് ദൈവ സാന്നിധ്യം സംസാരിക്കുമ്പോൾ പർവ്വതത്തിൽ തീ കത്തുന്നതാ കണ്ടത്. ഹല്ലേലൂയ. തീ കത്തുന്നതും പുകയുയരുന്നതും ഒക്കെ വലിയ വോൾക്കാന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്തത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് പ്രാപിക്കാൻ പറ്റാത്ത ഒന്നാണ് ദൈവ സാന്നിധ്യം. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ഹല്ലേലൂയ. ഒരു സാധാരണക്കാരനായ മനുഷ്യന് കയറി നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണ് ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് യു ജീസസ്. പക്ഷേ ദൈവത്തിന്റെ മർമ്മം പൗലോസ് വിളിച്ചു പറയാണ്, ആ സാന്നിധ്യം ചുമന്നുകൊണ്ട് നടക്കുന്നവനാണ് ക്രിസ്തു ഭക്തൻ, പുതിയ നിയമ ഭക്തൻ. അത് നമ്മുടെ അകത്തു വസിക്കുകയാണ്. ഇറ്റ് ഈസ് ഇൻ മീ. അയ്യോ, ആ ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പുതിയ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ പഠിച്ചാൽ മതി. ദ ആർക്ക് ഓഫ് കവനന്റ് പഠിച്ചാൽ മതി. അത് വായിച്ചു മനസ്സിലാക്കുമ്പോൾ ദാഗോന്റെ ക്ഷേത്രത്തിൽ ആമേൻ ദൈവത്തിന്റെ പെട്ടകത്തെ കൊണ്ടുവച്ചു. നിസാര കളിയാന്ന വിചാരിച്ചത്. രാവിലെ നോക്കിയപ്പോൾ ദാഗോൻ അവൻ ഉച്ചകുത്തി താഴെ കിടക്കുന്നു. ഓ, പെട്ടകത്തിന്റെ മുമ്പിൽ ഒരു അന്യായ ശക്തികൾക്കും നിൽക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവമക്കളെ, നിങ്ങളുടെ ഉൾക്കണ്ണുകൾ ഒന്ന് തുറക്കട്ടെ. നിങ്ങൾ ആരെയാണ് ചുമക്കുന്നത്? ഹല്ലേലൂയ. യഥാർത്ഥമായി ആത്മമണ്ഡലം കാണുന്ന ഒരു ക്രിസ്തു ഭക്തന്റെ മുമ്പിൽ ഒരു ജാതീയ മേഖലയ്ക്കും നിൽക്കാൻ പറ്റത്തില്ല. ഒരു പൈശാചിക മണ്ഡലത്തിനും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് യു ക്യാരി ക്രൈസ്റ്റ് ഇൻ യു. ഓ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറ. അത് പറയുമ്പോൾ, നിങ്ങൾ അതിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും, നിങ്ങളുടെ തലച്ചോർ അതിനനുസരിച്ച് പ്രതികരിക്കും. ഐ ക്യാരി ദ ഗ്ലോറിയസ് ക്രൈസ്റ്റ് ഇൻ മൈ ബോഡി, മൈ സോൾ ആൻഡ് മൈ സ്പിരിറ്റ്. ക്രിസ്തുവിനെ ഞാൻ വഹിക്കുകയാണ്. അന്ന് പഴയ നിയമത്തിൽ പെട്ടകം സാന്നിധ്യം ചുമന്നതുപോലെ പുതിയ നിയമത്തിൽ അവൻ നമ്മൾ ശരീരമാകുന്ന ഈ പെട്ടകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുകയാണ്.
യേശുവിൻ നാമത്തിൽ ഈ സാന്നിധ്യം ചുമക്കുന്ന ദൈവ പൈതലെ, ഈ ഗ്ലോറി ചുമക്കുന്ന ദൈവ പൈതലെ, നീ തൊടുന്നിടത്തെല്ലാം ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വൈബ്സ് വെളിപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. നീ തൊടുമ്പോ രോഗികൾ സൗഖ്യമാകും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വിശ്വാസയുടെ ഉള്ളിൽ ഇതെങ്ങനെ വസിക്കുമെന്ന്. ശ്രദ്ധിച്ചേ, അത് മാത്രമാണോ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി നാം മാറി. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ട് നമ്മൾ മാറി. We became the temple of the Holy Spirit. Hallelujah. Praise the Lord. Thank you, Jesus. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറ്റിയൊക്കെ കർത്താവ് പറയുന്നുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. നിങ്ങൾ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ആ മർമ്മങ്ങളൊക്കെ ധ്യാനിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കണം കേട്ടോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത്, ഹല്ലേലൂയ, ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിനെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് ധ്യാനിച്ച് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാകേണ്ടതിന്, ക്രിസ്തുവിൽ ഒന്നാകേണ്ടതിന്. ഈ മർമ്മം എന്താണെന്ന്, ഈ മഹിമാധനം എന്താണെന്ന് പൗലോസ് തന്നെ എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വേറൊരു മർമ്മത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു ആഴമായ സ്റ്റഡിയാണ് കേട്ടോ. ഇന്ന് രാത്രി നമ്മൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറും. അന്യായ ബന്ധനങ്ങൾ, നുകത്തിന്റെ അമിക്കയകൾ പൊട്ടിമാറും. ഇറ്റ്സ് ട്രൂ ദാറ്റ് ഇറ്റ്സ് എ ബൈബിൾ ക്ലാസ്. ഇതൊരു വചന പഠന പരമ്പരയാണ്. എങ്കിൽ കൂടെ ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ക്ലാസ് ആയതുകൊണ്ട് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തിരിക്കുന്ന എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി അഴിഞ്ഞു മാറും. ആ വിചാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ക്ഷുദ്രപ്രയോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അതിന് പകരമായി ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിൽ വസിക്കട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ വാണുകൊണ്ടിരുന്ന എല്ലാ അന്യായ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. യെസ്, ഫ്രീഡം, ഫ്രീഡം. ആത്മഹത്യ പ്രവണതകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. പാരമ്പര്യ പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. ശാപങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. വിഗ്രഹാരാധന നിമിത്തം തലമുറകളായി കൈമാറി വന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. അഴിയട്ടെ, യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ചിലരൊക്കെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു എന്റെ അകത്തിരിക്കുന്നു. അടുത്ത വലിയൊരു വെളിപ്പാട് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ. വിശുദ്ധനായ പൗലോസ് ലീഗയിലൂടെ ശ്രദ്ധിക്കണമേ. 3-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങൾ ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. പൗലോസ് ലീഗ പറയാ, നിങ്ങളിത് വായിക്കുമ്പോ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള എന്റെ മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. പൗലോസിന് ക്രിസ്തുവിനെ പറ്റി എന്തോ ഒരു അറിവുണ്ടെന്ന്, ക്രിസ്തുവിനെ പറ്റി എന്തോ ഒരു വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ടെന്ന്, എത്രയോ മർമ്മങ്ങൾ പൗലോസ് ലീഗ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അവൻ ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അപ്പൊ ഈ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഫേവർ വേണം, ദൈവത്തിന്റെ ഇഷ്ടം വേണം.
അപ്പൊ ദൈവം ഇഷ്ടം തോന്നുമ്പോൾ തന്റെ ഭക്തന്മാർക്ക് മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ചാനൽ പരിശുദ്ധാത്മാവാണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോസ്തലന്മാർക്ക് എങ്ങനെയാ ഈ മർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റിയത്? പ്രവാചകന്മാർക്ക് എങ്ങനെയാണ് ഈ മർമ്മത്തെ മനസ്സിലാക്കാൻ പറ്റിയത്? ആത്മാവിനാൽ വെളിപ്പെട്ടു. വചനത്തിന്റെ അകത്തെ വെളിപ്പാടുകളെ ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് വേണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ തുറക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ശ്രദ്ധിച്ചേ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകുമെങ്കിൽ മാത്രമേ അതിനെ ഗ്രഹിക്കുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചാണ് ദൈവമക്കളെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. പൂർവകാലങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ പഴയ നിയമ ഭക്തന്മാരെ കൂട്ടിക്കോ, അവർക്കത് മനസ്സിലായില്ല. അതോ അവൻ ജാതികൾ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ പൗലോസ് വിളിച്ചു പറയാ. ഭയങ്കര വെളിപ്പാട്. ജാതികൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളായി തീർന്നു. അവർ ഏക ശരീരസ്ഥരായി തീർന്നു. അവർ വാഗ്ദത്തത്തിന് പങ്കാളികളായി തീർന്നു. ഈ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. The Gentiles became the fellow heirs, co-heirs in Christ. ക്രിസ്തുവിൽ അവർ കൂട്ടവകാശികളായി തീർന്നു. കാൽവറി ക്രൂശിൽ രക്തം ചിന്തി അവൻ മാനവരാശിയെ വീണ്ടെടുത്തപ്പോൾ, നമ്മളെ വീണ്ടെടുത്തപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ ദത്തെടുത്തപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ, ക്രിസ്തുവിൽ നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തപ്പോൾ, ക്രിസ്തുവിന്റെ സകല സ്വത്തുക്കളുടെയും തീരാധാരം സ്വർഗം നമ്മുടെ മേൽ എഴുതി വെച്ചെന്നായി പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ക്രിസ്തുവിന് എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശികളായി ജാതികളായ നമ്മെ ക്രിസ്തുവിൽ സ്വർഗം തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ വെളിപ്പാട് പൗലോസ് വിളിച്ചു പറയാ, മർമ്മം വിളിച്ചു പറയാ. പഴയ നിയമഭക്തന്മാർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വലിയൊരു മഹത്വരമായ വെളിപ്പാട്. Hallelujah. Thank you, Jesus. What is your status in heaven? What's your wealth in heaven? What is your position in heaven? Hallelujah. യേശു കർത്താവിന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ ഉയർത്തി. ഇന്ന് രാത്രി ആമേൻ, കോഹയേസ് എന്നുള്ള വാക്കൊന്ന് ധ്യാനിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി പറയുന്നത്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവം ശില്പിയായി നിർമ്മിച്ചു അടിസ്ഥാനങ്ങളുടെ പട്ടണത്തിനായി. ആമേൻ, ഹല്ലേലൂയ. തന്റെ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ അബ്രഹാമിന്റെ കൂട്ടവകാശികളായിരുന്നു, ഫെലോ ഹയേഴ്സ് ആയിരുന്നു, കോഹയേഴ്സ് ആയിരുന്നു ഇസ്ഹാക്കും യാക്കോബും. അതേപോലെ തന്നെ ക്രിസ്തുവിന്റെ മഹിമാധനത്തിന്റെ കൂട്ടവകാശികളാക്കി നമ്മളെ തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യണം. നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തിരുന്നോണ്ട് പറയണം, I am a co-heir in Christ. I am a co-heir in Christ. ക്രിസ്തുവിൽ എന്തൊരു മഹിമാധനമുണ്ടോ അതിന്റെ എല്ലാം കൂട്ടവകാശിയാക്കി ദൈവം എന്നെ തീർത്തു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആ നന്മകൾക്കായി നന്ദി പറഞ്ഞാട്ടെ. ഇനിയും നിങ്ങൾ പാവപ്പെട്ടവരാണെന്ന് പറയരുത്. ഹല്ലേലൂയ. ഇനിയും ആത്മീയ ദാരിദ്ര്യത്തിൽ തുടരുവാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. You are rich in Christ. You are rich in Christ. This is what the Spirit says. You are no more a beggar. You are rich in Christ. ക്രിസ്തുവിൽ നാം സമ്പന്നരാണ്. ക്രിസ്തുവിൽ നാം നന്മ പ്രാപിച്ചിരിക്കുകയാണ്. We became the co-heirs of Christ. ക്രിസ്തുവിന്റെ നന്മകളുടെ കൂട്ടവകാശികളായി തീർന്നവർ. ഹല്ലേലൂയ. നെക്സ്റ്റ്, അടുത്തത് കേട്ടോണം. ക്രിസ്തുവിൽ
അവൻ ജാതികൾ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി തീർന്നു. സുവിശേഷത്തിന്റെ ശക്തി കണ്ടോ? സുവിശേഷത്തെ നാം അംഗീകരിച്ചപ്പോ നാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. സുവിശേഷത്താൽ നാം ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി തീർന്നു. Praise the Lord. പലരും പറയാറുണ്ട്, ഇത് താഴ്ചയുള്ള ശരീരമാണ്. സത്യമാണ്, ഇത് താഴ്ചയുള്ള ശരീരമാണ്. ഇത് മണ്ണാണ്, ഇത് മൺപാത്രമാണ്, ഇത് പൊട്ടിപ്പോകുന്നതാണ്, ഇത് കൂടാരമാണ്. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചോണം എന്ന് ഓർത്തിട്ട് ഇത് വിലയില്ലാത്തതല്ല. നമ്മുടെ ശരീരം താന്താങ്ങൾക്കുള്ളതല്ല, അതിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഇത് മുഴുവനിക്കാനുള്ളതാണല്ലോ, ഇത് മണ്ണിപ്പോകാനുള്ളതാണല്ലോ ഒന്ന് ഓർത്ത് ഈ ശരീരത്തെ വിലയില്ലാതെ കാണരുത്. Hallelujah. Should keep your body clean and healthy and holy in the presence of the Lord. Because ഇവിടെ പറയുക, പൗലോസ് പറയുക, ഇതുവരെ മനസ്സിലാക്കാത്തൊരു വെളിപ്പാട്. നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമല്ല, അത് ക്രിസ്തുവിൻ്റെതാണ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. ഈ ഒരു മർമ്മം എന്റെ അകത്ത് കയറിയപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ കണ്ണുകൾ എന്റെ കണ്ണുകളല്ല, അത് ക്രിസ്തുവിന്റെ കണ്ണുകളാണ്. ഇത് അകത്ത് കയറിയപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ ശരീരം എന്റേതല്ല, ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. Thank you, Holy Spirit. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ രോഗത്തോട് വിളിച്ചു പറയണം, രോഗശക്തിയെ നിനക്കെന്റെ ശരീരത്തിൽ തുടരുവാൻ അവകാശമില്ല. കാരണം ഞാൻ ക്രിസ്തുവിന്റെ ശരീരം വഹിക്കുന്നവനാണ്. എന്റെ ശരീരം എന്റേത് മാത്രമല്ല, ഇത് ക്രിസ്തുവിന്റെ ശരീരമാണ്. സെയിം ബോഡി ഇൻ ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. My eyes are not my eyes. My hands are not my hands. ഇന്ന് രാത്രി പറ, so sickness, you have no legal right upon my body. നിനക്ക് എന്റെ അകത്ത് തുടരാൻ അവകാശമില്ല. എന്റെ ശരീരം, ഇത് ഞാൻ പറയുമ്പോൾ കൊല്ലിയാൻ മിന്നുന്നത് പോലെ, ഷോക്കടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ ഇറങ്ങുന്നു. യെസ്, ഇത് താഴ്ചയുള്ളതാ, ഇത് വേദനയ്ക്കുള്ളതാ. അയ്യോ, അങ്ങനെ പറയരുതേ. സെയിം ബോഡി ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരമാണ്. നിങ്ങളുടെ ചിലരുടെ കണ്ണുകൾക്കകത്തൂടെ അഭിഷേകം ഒഴുകുവാനായി പോകുകയാണ്. യേശു കർത്താവ് ചിലരെ തൊട്ടപ്പോൾ സൗഖ്യമായതുപോലെ ചിലരുടെ മേൽ സൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ നിങ്ങളുടെ അടുത്തു വരുന്ന ചിലർ നിങ്ങളുടെ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കാൻ പോകുകയാണ്. ക്രിസ്തു ഈ ലോകത്തിൽ നടന്ന പോലെ നടക്കുവാൻ നിങ്ങളെ പറ്റി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. കോഹായേസു പറയുമ്പോൾ, സെയിം ബോഡി പറയുമ്പോൾ, ഹല്ലേലൂയ, ആ ഒരു മർമ്മത്തെ വിളിച്ചു പറയുമ്പോ നിങ്ങളുടെ ആകെ ഇന്ന് രാത്രി കത്തട്ടെ ആത്മാവിൽ. പിശാച് ഇന്ന് രാത്രി വിറയ്ക്കുകയാണ്. ഇതുവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗങ്ങൾക്ക് നിങ്ങളുടെ അകത്തിരിക്കാൻ പറ്റത്തില്ല. ഇതുവരെ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന പൈശാചിക മേഖലയ്ക്ക്, ആഭിചാരങ്ങൾക്ക്, കൈവിഷങ്ങൾക്ക് നിങ്ങളുടെ അകത്തിന് തുടരാൻ പറ്റത്തില്ല. ഔട്ട് 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 ഔട്ട്. യേശുവിന്റെ നാമത്തിൽ പറ, പുറത്തു പോകാൻ പറ. ഐ ആം എ co-heir in Christ. എനിക്കൊന്നുമില്ല, എനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും സമ്പാദിച്ചു തന്നില്ല, ഭാരപ്പെടേണ്ടത്. യു ആർ എ co-heir in Christ. ആ പുതിയ ഉടമ്പടി പ്രകാരം ദൈവത്തിന്റെ മക്കള് നിങ്ങൾ മക്കളായി തീർന്നപ്പോൾ, മക്കളെങ്കിൽ അവകാശികളായി തീർന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ നിങ്ങൾ അറിയാതെ സംഭവിച്ച ഒരു കാര്യം, നിങ്ങളും ക്രിസ്തുവും ഒന്നായി തീർന്നു. ഇൻസെപ്പറബിൾ. Now you both are having same body. നിങ്ങൾ ഏക ശരീരസ്ഥരാണ്. വിവാഹ ശുശ്രൂഷയുടെ വേളയിൽ ഭാര്യ ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ ഇനി മേലാൽ രണ്ടല്ല ഒന്നത്രയാകുന്നു. That is a mystery. അതൊരു വലിയ മർമ്മമാണ്. ഹല്ലേലൂയ. ഞാൻ സഭയും ഹല്ലേലൂയ. Thank you Jesus. Thank you Holy Spirit. Thank you Jesus. Thank you Jesus. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? നിങ്ങൾ ഇത് രാത്രി രോഗത്തെ നോക്കി പറ, രോഗമേ
നിനക്ക് എന്റെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. I command you to go outside of my body because this is the body of Jesus. This body belongs to Christ. ഈ ശരീരം യേശുവിന്റെ ശരീരമാണ്. നിങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞു നോക്കിക്കേ. ആ ബ്ലഡ് ഷുഗറിനോട് പറ, ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോട് പറ, ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ശരീരം യേശുവിന്റെ ശരീരമാണ്. ചിലർക്ക് ആ കോഹായർ മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ ക്ലാസ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഞാനൊരു മിഷണറിയുടെ ചരിത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ഗ്രാമങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ചെയ്യുമ്പോൾ, കവനന്റിൽ ഏർപ്പെടുമ്പോൾ, ആ ഗ്രാമത്തലവന്മാർ തമ്മിൽ ചെയ്യുന്ന ഒരു ഉടമ്പടിയുണ്ട്. ഒരു ബ്ലഡ് കവനന്റ് ആണ്. ആ ബ്ലഡ് കവനന്റ് ഇപ്രകാരമാണ്: ഏതെങ്കിലും ഒരു ഫലത്തിന്റെ ജ്യൂസ് എടുത്തിട്ട് അവരുടെ വിരൽ മുറിച്ച് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒരു മൂപ്പൻ അതിലേക്ക് ഒഴിക്കും. അടുത്ത മൂപ്പനും അതിലേക്ക് ഒഴിച്ചിട്ട് 2 പേരുടെയും രക്തം കലർന്ന ജ്യൂസ് 2 പേരും ഷെയർ ചെയ്ത് കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആ 2 പേർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അവർ 2 പേരും അതിന്റെ തുല്യ അവകാശികൾ ആയിത്തീരും. യെസ്, അതൊരു മാനുഷികമായ ഒരു സിസ്റ്റമാണ്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച ദൈവമക്കളെ, കാൽവറി ക്രൂശിൽ ഒഴുകപ്പെട്ട രക്തം നമ്മുടെ ശിരസിന് മേൽ ഒഴുകിയെത്തിയത് കൊണ്ട് ആ ക്രിസ്തു എന്ന മർമ്മത്തെ അവൻ പിടികിട്ടുവാൻ അവൻ നമ്മുടെ ആത്മകണ്ണുകളെ തുറന്നത് കൊണ്ട്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിങ്ങൾ എന്റെ കോഹയർ ആണെന്ന് പാസ്റ്റർ ജെയിംസ് എന്ന എന്റെ കോഹയർ ആണ് നിങ്ങളെങ്കിൽ, എനിക്ക് എന്തോ ഒരു സമ്പാദ്യമുണ്ടോ അതിന്റെ എല്ലാം ഈക്വൽ റൈറ്റ് ഉള്ളവരാണ് നിങ്ങൾ. രാത്രി നിങ്ങൾ പറയണം, ക്രിസ്തുവിന്റെ മഹിമാധനമെല്ലാം എന്റേതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വാടക കൊടുക്കാൻ, CC അടയ്ക്കാൻ കാശിന് ബുദ്ധിമുട്ടുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പാൻഡമിക്കിന്റെ ടൈമിൽ യു ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ് because you have the privileges, you have the co-hire in Christ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്, ഏക ശരീരസ്ഥനാണ്. അടുത്ത വാക്യം കേട്ടോണം, ഭയങ്കര മർമ്മമാ പറയുന്നത്. വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. You are, amen, hallelujah, amen, partaker of the divine promises. Amen. കർത്താവായ യേശു ക്രിസ്തുവിന് എത്ര വാഗ്ദത്തം ഉണ്ടോ അതിന്റെ എല്ലാം ഫേവർ നമ്മുടെ മേലാ വന്നത്. യെസ്, വാഗ്ദത്തത്തിന്റെ പങ്കാളിയാ ഞാൻ. നിങ്ങൾ ഇന്ന് രാത്രി പറയണം, ഒന്ന് വാ തുറന്ന് പറയണം, ഞാന് കൂട്ടവകാശിയാണ്, ഞാൻ ഏക ശരീരസ്ഥനാണ്, ഞാൻ വാഗ്ദത്തത്തിൽ പങ്കാളിയുമാണ്. താങ്ക് യു ജീസസ്. ജീവന ഹസ്തന, ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ഞാൻ ശുശ്രൂഷകൻ ആയി തീർന്ന്. താങ്ക് യു ജീസസ്. ഓ, ആ വലിയ മർമ്മം ഇന്ന് രാത്രി സ്വർഗം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുക. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? എത്ര പേർക്ക് ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും? 9ഉം 10ഉം വാക്യങ്ങൾ, അവനിൽ നാം മുൻനിർണയിച്ചു, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ മർമ്മം, the mystery of his will. Hallelujah. Thank you Jesus. Amen, amen, amen. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കണം എന്നിങ്ങനെ കാലസമ്പൂർണ്ണ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി തീർക്കാം. ആ ദൈവപ്രവർത്തിക്കായി നമുക്ക് നന്ദി പറയാം. 2-ാം അധ്യായം, എഫേസ്യ ലേഖനം 2-ാം അധ്യായം, ആ ഒന്നാക്കി തീർത്ത, ദൂരസ്ഥരായിരുന്നു നമ്മളെ സമീപസ്ഥരാക്കി തീർത്ത, അന്യരും പരദേശികളുമായിരുന്നു നമ്മളെ കർത്താവിന്റെ വീട്ടിലെ അംഗങ്ങളാക്കി തീർത്ത, മക്കളാക്കി തീർത്ത വലിയ പദവികളെ പറ്റി വർണ്ണിക്കുകയാണ് ഇന്ന് രാത്രി. ആമേൻ, ആമേൻ. ഈ മർമ്മത്തെ പറ്റി നമുക്ക് പഠിക്കാൻ കർത്താവ് കൃപ നൽകി. തന്റെ ഹിതത്തിന്റെ മർമ്മം. ഞാനൊരു ഔട്ട്ലൈൻ മാത്രമാ പറഞ്ഞ്, നിങ്ങൾ ഇതിനകത്ത് റിസർച്ച് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് പിന്നെയും പിന്നെയും ആമേൻ പഠിക്കണം, എക്സസൈസ് ചെയ്യണം, നിങ്ങൾ ഡിഗ് ഔട്ട് ചെയ്യണം, പിന്നെയും ചിന്തിക്കണം, പിന്നെയും വായിക്കണം, പിന്നെയും ദൈവവചനം പഠിക്കണം. താങ്ക് യു ജീസസ്. ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈ ആകരുത്. ക്രിസ്തു എന്ന മർമ്മത്തെ
കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ശ്രദ്ധിച്ചേ, ചർച്ച്, സഭ, പുതിയ നിയമത്തിലെ ഏറ്റവും വലിയൊരു വെളിപ്പാടാണ് സഭ. The greatest mystery in the New Testament is church. സഭ. അനാദികാല ഭക്തന്മാർക്ക്, ആദിമ ഭക്തന്മാർക്ക്, പഴയ നിയമ ഭക്തന്മാർക്ക് സഭയെ പറ്റി ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു. അവർ പലരും അതിനെപ്പറ്റി പ്രവചിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവർക്ക് അതറിയത്തില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമ ഭക്തന്മാരെ കർത്താവിന്റെ ഏറ്റവും തന്റെ മനസ്സിനകത്തുണ്ടായിരുന്ന മർമ്മമായിരുന്നു സഭ. അത് ആദ്യമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പത്രോസിനോടാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയായ സഭയെ നീ ദൈവത്തിന്റെ അനാഥ കാലത്തിൽ അദ്ദേഹം ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞിരുന്ന മർമ്മമാണ് ചർച്ച്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സഭ ദൈവത്തിന്റെ മർമ്മമായിരുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ജൂസ് ആൻഡ് ജെന്റൈൽസ് ഒന്നായി തീരുന്ന ഒരു വലിയ റെവലേഷൻ, വലിയ മർമ്മമാണ് സഭ. ഈ സഭയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ജാതി, വർണ്ണ, ഭേദ, വർഗ വ്യത്യാസം ഇല്ല. Everyone has the equal right and equal position in Christ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മളോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ മർമ്മം. ആമേൻ. ഇന്ന് രാത്രി ആ ഭാഗ്യപദവി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി പഠിക്കുവാനായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം പഠിക്കുവാനായിട്ട് ആവലോടെ കടന്നു വന്ന ദൈവമക്കളെ എല്ലാം ആത്മാവിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്തു. നിന്റെ ഹിതത്തിന്റെ മർമ്മത്തെ ഞങ്ങളോട് അറിയിപ്പാൻ അവിടുത്തേക്ക് ഹിതം തോന്നിയതായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ തിരുഹൃദയത്തിനകത്തുണ്ടായിരുന്ന സഭ എന്ന മർമ്മത്തെ അവിടുത്തേക്ക് വെളിപ്പെടുത്തി തന്നതായി സ്തോത്രം. വെളിപ്പെടുത്തുക മാത്രമല്ല, ആ സഭയ്ക്കകത്ത് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് രാത്രി ഈ പ്രയർ ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാവിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമുണ്ടാകട്ടെ. ദൈവകൃപ അവരുടെ മേലുണ്ടാകട്ടെ. ഈ പറയപ്പെട്ട വെളിപ്പാടുകൾ ഒന്നും ചോർന്നു പോകാതെ അവരുടെ ഉൾക്കണ്ണുകൾ തുറന്ന് അതിനെ സ്വീകരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിന്റെ ഉത്തരോത്തരം കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ പാൻഡമിക്കിന്റെ ടൈമിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവകൃപയെ ആമേൻ ആസ്വദിപ്പാനും അവിടുന്ന് തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, യേശു എന്ന വലിയൊരു മർമ്മത്തെ തിരിച്ചറിയുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് അവിടുന്ന് മനസ്സലിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളോട് അവിടുത്തേക്ക് ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പ പൗലോസിന്റെ കണ്ണുകളെ തുറന്നതുപോലെ അവന്റെ കണ്ണിൽ നിന്ന് കർത്താവെ ചെതുമ്പൽ താഴെ വീണപ്പോൾ ക്രിസ്തുവിന്റെ വെളിപ്പാടുകളെ കണ്ടതുപോലെ ക്രിസ്തു വെളിപ്പാടിലേക്ക്, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിലേക്ക്, ചർച്ച് സെന്റേർഡ് ലൈഫിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. ഹോളി സ്പിരിറ്റ് സെന്റേർഡ് ലൈഫിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മ നിറയ്ക്കും. രോഗികളായി ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കും. എല്ലാ നന്മ നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all. God bless you all. Thank you.